നല്ല മൂവി. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തിൽ? ആക്ടിങ് നമുക്ക് അടിപൊളി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ കണ്ടത്, അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരു തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, നല്ലായിരുന്നു. നല്ല മൂവി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സിനിമയായിരുന്നു. ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു മമ്മൂട്ടിയുടെ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ഒരു തീം ആദ്യമായിട്ടാണ് ഇപ്പോൾ അടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അതിന്റെ നല്ല കണ്ടിരിക്കാൻ നന്നായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി എന്താ? അടിപൊളിയായിരുന്നു. 70s ഈ ഒരു ഏജിലും ഇത്ര നന്നായി ആക്ട് ചെയ്യുന്നത് അടിപൊളിയായിരുന്നു. നല്ലൊരു ക്ലാസ് പടമായിരുന്നു. അതിൻ്റെതായ രീതിക്ക് കണ്ടാൽ നല്ലതായിരിക്കും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വലിയതായിട്ട് എഫക്ട് ചെയ്യുന്നില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. കാരണം ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ തിയേറ്ററിൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ലതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ മൂവിയായിരുന്നു. എന്താണ് ചേട്ടാ ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ? മമ്മൂട്ടി തന്നെയാണ്. കൊടുമൺ പോറ്റിയായിട്ട് ഒരു രക്ഷയില്ല. മമ്മൂട്ടി നമുക്ക് അതിനകത്ത് കാണാൻ പറ്റത്തില്ല. കൊടുമൺ പോറ്റിയെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും 3 പേര് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി പോടുക. പിന്നെ മ്യൂസിക് ആയാലും BGM ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. പടം മസ്റ്റ് വാച്ച് ആണ്. അടിപൊളി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ വരുന്നത്, അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത്? ബ്ലാക്ക് ആൻഡ് അങ്ങനെ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണെന്നുള്ളൊരു ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മൂവി എടുക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, ആ അറ്റംപ്റ്റിനെ സംഭവിച്ചു കൊടുത്തേ പറ്റൂ. പൊളിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ഒരു റോള് ഞാൻ ഇത്രയും പടം കണ്ടതിൽ എനിക്ക് മമ്മൂട്ടിയുടെ ഈ ഒരു വെറൈറ്റി വേഷൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ പോലും നമുക്ക് വേറൊരു മുന്നിൽ മമ്മൂട്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല. അത്ര കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പൊളിച്ച പടം. 2 വർഷമായിട്ട് വരുന്ന എല്ലാം വെറൈറ്റി പടങ്ങളാണല്ലോ പുള്ളിയുടെ വരുന്നതല്ലോ. പുള്ളിയുടെ സെലക്ഷൻ പറഞ്ഞേ പറ്റുമല്ലോ. ഇപ്പോഴും പുള്ളിയെ കണ്ടു പഠിക്കണം. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആയാലും ഇപ്പോൾ എന്താ പറയുക, മലയക്കോട്ടെ വാലിബനൊക്കെ ഇറങ്ങി. അത് ഇറങ്ങിയിട്ടും നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല, ഫീൽ കിട്ടുന്നില്ല. ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തി മീശ പിടിച്ചാലേ പടം ഓടത്തുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ വ്യത്യസ്ത പടങ്ങളൊക്കെ എടുത്ത് ഹിറ്റാക്കണേ അത് ഇപ്പോഴും മമ്മൂട്ടി തന്നെ വേണം. അതാ ഒരു പ്രത്യേകത. എങ്ങനെ ഫസ്റ്റ് ഒരു 30 മിനിറ്റ് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പടം സ്ക്രീൻ കിടിലമാണ്. ആക്ടിങ് ഒക്കെ വമ്പൻ ആക്ടിങ്. ക്ലാരിറ്റി ഒന്നും പറയാനില്ല. മോണോക്രോം ആയിട്ട് പോലും അമ്മാതിരി എഫക്റ്റും വിഷ്വൽസും സൗണ്ടും നമ്മൾ 2 പേരായിട്ടാണ് വന്നത്. കിടിലം പടം. ഫാമിലി അല്ല, ഏത് ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന പടമാണ്. കിടിലമാണ്. നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ആക്ടിങ്, ഡയറക്ഷനും ഒക്കെ നല്ല രീതിക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എന്താണ് മമ്മൂക്കയുടെ പെർഫോമൻസ് ആയാലും അർജുൻ അശോകനായാലും ഭരതൻ്റെ മോൾ, പുള്ളിയുടെ പേര് എനിക്ക് അറിയത്തില്ല, പുള്ളിയുടെ മോനായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എല്ലാവരും പറയാനായിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസും പിന്നെ മ്യൂസിക്കും സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട അടിപൊളിയായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു തിയേറ്ററിൽ മിസ് ചെയ്യാൻ പറ്റത്തില്ല. OTTക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരോടും പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ ഇപ്പോൾ വിളിക്കാൻ പോവുകയാണ്. പടത്തിന് ഒന്നുകൂടെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ഇറ്റ്സ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നല്ലൊരു സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടിയുടെ ഒരു അഭിനയം തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. പിന്നെ അർജുൻ അശോകനും കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ അനുഭവമാണ് കണ്ടുകൊണ്ടിരിക്കുക. മമ്മൂട്ടിയുടെ ആക്ടിങ് കൊള്ളായിരുന്നു, നൈസായിരുന്നു. കൊള്ളാം, നൈസാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ടത്? ക്ലൈമാക്സ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? ഇഷ്ടപ്പെട്ടത് മമ്മൂട്ടിയുടെ തന്നെ ഫുള്ളോടെ അടിപൊളി, ഒന്നും പറയാനില്ല. ഒരുപാട് ഇഷ്ടം. 2ാമത്തെ പ്രാവശ്യമാണ് കാണാൻ പറ്റുന്നത്. അതെ, ഫസ്റ്റ് ഡേ കണ്ടിരുന്നു, 2ാമത്തെ പ്രാവശ്യമാണ് കാണാൻ പറ്റുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ തിയേറ്ററിൽ അതെ, ഇത് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള തിയേറ്ററാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി. ഞാനും എൻ്റെ സഹോദരിയായിട്ട് സിസ്റ്ററുമായിട്ടാണ് വന്നത്.